ഒരു സ്പ്രെഡ് ചെയ്താലോ? ബെസ്റ്റ്. എൻ്റെ നെയിൽസ് ഒന്നും ആരും നോക്കല്ലേ ഗൈസ്. ഞാനൊരു ഹെന്ന ഇട്ടതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് ആ കറുപ്പ് കളർ പോകുന്നില്ല. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് സ്പ്രെഡാണിത്. ആൻഡ് ഞാൻ ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ സ്പ്രെഡും. എൻ്റെ ഫസ്റ്റ് സ്പ്രെഡ് ഞാൻ ലാസ്റ്റ് കാണിക്കട്ടോ, കൂടെ എൻ്റെ അനിയത്തിയുടേതും കൂടെ കാണിക്കാം. അപ്പം ഞാനിവിടെ പ്രത്യേകിച്ച് ഒരു ടൂൾസ് ഒന്നും എടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ കൈ തന്നെ ഓരോ ടൂൾസ് ആക്കിയിട്ട് ഗമ്മൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഗൈസ്, നമ്മളിതിൽ എന്ത് ചെയ്താലും അതൊക്കെ എസ്തറ്റിക് ആയിക്കോളും. നമ്മൾ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. ബൈ ദ ബൈ, ഈ ഒരു ജേർണലിംഗ് സാധനവും ഇതിൽ ഞാൻ ഒട്ടിക്കുന്ന സകല സാധനവും ഇതിൻ്റെ കൂടെ തന്നെ വന്നതാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിന് അങ്ങനെ മേടിച്ചതാണ്. ജസ്റ്റ് 200 സംതിങ് റുപ്പീസിനാണ് മേടിച്ചത്. എന്തായാലും അതിന് വേർത്താണ്. കാരണം ഈ ഒരു ഡയറിയിൽ ഒരുപാട് പേജസ് ഉണ്ട്. അതും ഞാൻ ലാസ്റ്റ് കാണിക്കാം. നമ്മൾ എന്തായിരുന്നു പറഞ്ഞു വന്നേ? ടൂൾസിനെ കുറിച്ച്. അപ്പൊ ടൂൾസ് ഒന്നും വേണമെന്നില്ല, നമുക്ക് നമ്മളെ കൈ തന്നെ ടൂൾസ് ഒക്കെ ആക്കിയിട്ട് അങ്ങ് ചെയ്യാം. ഈ ഒരു പാർട്ടായിട്ട് ചെറുതായിട്ട് എൻ്റെ പരിപാടി അങ്ങ് പാളിപ്പോയി. ഞാനൊരു മഷിയില്ലാത്ത സ്കെച്ച് പെന്നും കൊണ്ട് എഴുതാൻ നോക്കി. പിന്നെ ഞാൻ എൻ്റെ കൈ എറേസറാക്കി. എന്നിട്ട് ഞാൻ വീണ്ടും മറ്റൊരു സ്കെച്ച് പെന്ന് വെച്ച് ചെയ്ത് അതിന് കുറച്ച് ഡിസൈനൊക്കെ കൊടുത്തപ്പോഴേക്കും സംഭവം നല്ല കോളായി കൈ കിട്ടി ഗൈസ്. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാനൊരു പേപ്പർ വെച്ചത് ഡോർ പോലെ സെറ്റ് ചെയ്തെടുത്തു. എങ്ങനെയുണ്ട് ക്രിയേറ്റിവിറ്റി? ഇപ്പൊ എസ്തെറ്റിക്സ് കൂടിയില്ലേ? ഇതാണ് ഇന്നത്തെ പരിപാടി. ഞാൻ ഇത്രയും പേജസ് ഇതിലുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്പ്രെഡ്. ഇനി ഇതാരാ ചെയ്തതെന്ന് നിങ്ങൾ ഗസ് ചെയ്യും.